ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AJ അബിബോസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക. പിന്നെന്താ, നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയാം. ഞാൻ സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെന്താ ചില കാരണങ്ങൾ കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം ഗീവവേയുടെയൊക്കെ വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ CS റാങ്ക്ഡ് പോവുകയാണ്. ഇപ്പം ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി നിൽക്കുക. ഡയമണ്ട് 3rd 2 സ്റ്റാർ ആണ്. ഇപ്പോൾ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. സൗണ്ടൊക്കെ കുറച്ച് കളിക്കുകയാണ്. പിന്നെന്താ എന്നൊന്നും അറിയത്തില്ല. ഗിൽഡിൽ ഏതൊരു ഗിൽഡ് 25ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗിൽഡിലുള്ള ഒരുത്തനുണ്ടോ നമ്മുടെ കൂടെ. അപ്പോൾ എന്താ നമുക്ക് ഇപ്പം എന്നിട്ട് 2 കില്ലെങ്കിലും എടുക്കാം. നോക്കട്ടെ, എനിക്ക് തോന്നുന്നു 2 കില്ലൊന്നും കയറത്തില്ല. ലാഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 2 എനിമി ഉണ്ടായിരുന്നു. ലാഗ് ഗൈസ്. എന്താണ് ഗൈസ്, കളക്ഷൻ പാക്ക് ഡൗൺലോഡാക്കി ലാഗ് അടിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഈ പാൻറ് ഈ ബണ്ടിൽ എൻ്റെ പഴയൊരു അക്കൗണ്ടിൽ വേറെ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ആ അക്കൗണ്ട് ഞാൻ ഡയമണ്ട് പൊട്ടിച്ച് പണ്ടെടുത്തിട്ടിരുന്നതാണ് ഗൈസ്. ഞാനല്ല, എനിക്ക് ആ അക്കൗണ്ട് തന്നൊരു ചേട്ടൻ പൊട്ടിച്ചെടുത്തിട്ടിരുന്നതാണ്. ഡയമണ്ട് പൊട്ടിച്ചെടുത്തായിരുന്നു ഈ പാൻറ്റിൻ്റെ ഫുൾ ബണ്ടിൽ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ FF കാർഡ് അല്ല, FF ടോക്കണിലൊക്കെ വന്ന് കിടപ്പുണ്ട് ഈ ബണ്ടിൽ. എന്താണ് ഗൈസ് അല്ലേ, ഓൾഡ് ബണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു. പണ്ട് ഈ ബണ്ടിൽ ഡയമണ്ട് പൊട്ടിച്ച് ഞാൻ ഇതിട്ടായിരുന്നു മറ്റേ അക്കൗണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ആ ബണ്ടിൻ്റെ ഉടുപ്പും പാൻറ്റും എന്നാലും ഇഷ്ടമായിരുന്നു അത്. പിന്നെന്താ ഗൈസ്, നമ്മളുടെ പുതിയ ഫിസ്റ്റൊക്കെ എടുത്തായിരുന്നു നമ്മൾ ഡ്രാഗൻ്റെ. അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു ഗൈസ്, പക്ഷെ ഫുള്ളായിട്ട് ആ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ ഫുള്ളായിട്ട് കിട്ടിയില്ലായിരുന്നു, ഇടയിൽ വെച്ചൊന്ന് കട്ടായിപ്പോയി. അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോളണം. പിന്നെന്തുവാ ഗൈസ്, MP5 ലെവൽ 1 ആണ്. എനിക്ക് MP5 വെച്ച് നല്ലൊരു കളിക്കാൻ പറ്റും. MP5ഉം P90യും ആണ് എനിക്ക് നല്ലൊരു കളിക്കാൻ പറ്റുന്ന കണ്ട്. CS ഉപ്പക്കറും പറ്റും. ഉപ്പക്കറ് വണ്ട പഠിക്കാൻ കുത്തിപ്പിട്ടൊരു കാര്യത്തിലാണെങ്കിൽ MP5ഉം P90യും. വേറെ ആരാണ് അവിടെ കണ്ടോ? ഒരുത്തൻ നോക്ക്, ചെറിയ ഹെഡൊക്കെ കൊടുത്ത് നോക്ക്. അടുത്തവൻ നോക്ക്. അയ്യോ, എനിമി അല്ലെങ്കിൽ ടീം പൊക്കിയാണ്. ടീമിനെ കൊന്നിട്ട് ഒന്ന് പൊക്കടാ. അവൻ ചത്തു. ഗൈസ്, അവൻ നൈസിനെ ചത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താ, നമുക്ക് 1 കില്ലുള്ളൂ ഗൈസ്. കഴിഞ്ഞ കളിയിൽ അവൻ്റെ അടുത്തൊരു കില്ലാന്ന് തോന്നുന്നു. കളി 2 നോക്കിട്ടു, പക്ഷെ കില്ല് കിട്ടിയില്ല. MP5 ലെവൽ 2 ആയിട്ടുണ്ട്. ഇതാ നടക്കുന്നു. ഗ്ലൂവാളും മഷ്റൂമൊന്നും എടുക്കാൻ പറ്റില്ല. ഈ AWM ഉപ്പക്കറും ഒക്കെ വെച്ച് കളിക്കുന്ന ഒരു ടച്ചോട് പാർട്ടാല് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്യാവശ്യം ഘട്ടമെന്ന പുറകിലിട്ടാലും മുമ്പിലിട്ടായിട്ട് ഓട്. പെട്ടെന്നൊന്നും പറ്റില്ലെങ്കിൽ അതല്ല, നല്ല വാക്കുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം വാക്കില്ലാത്തവരാണെങ്കിൽ ലോങ്ങിൽ നിന്ന് കണ്ടപ്പോൾ ഇറത്തുള്ളെങ്കിൽ തക്സിയുടെ പറഞ്ഞിട്ട് അതിൻ്റെ ആയിരിക്കും. AWMനെ ഞാൻ കളിക്കാൻ നേരത്താണ് തക്സിയുടെ പവർ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ എനിമുണ്ടോ? ആ സൈഡിലിരിക്കുന്നു. ഇതോടെ നെറ്റുന്നു. നമ്മുടെ നെറ്റ് പോയാൽ അതാകുമ്പോൾ സൈഡിൽ നിന്ന് വല്ല അടിക്കുമെന്നോ ഗൈസ്? നമ്മുടെ നെറ്റ് പോയതാണോ അതോ ബഗ്ഗാണോ അതോ സൈഡിൽ നിന്ന് തന്നെ അടിച്ചതാണോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെന്താ, നമ്മൾ പിന്നെ MP5 ഞാൻ എടുക്കുന്നുണ്ട്. ലെവൽ 3 ലെവൽ 3 ആയിട്ടുണ്ട്. MP5 ലെവൽ 3. ഇനി നമ്മളൊരു 2 കില്ലെങ്കിലും എടുക്കും ഈ കളിയിൽ. 2-3 കില്ലെങ്കിലും എടുക്കും. മാക്സിമം ഐസ് എടുക്കാൻ നോക്കാം. പിന്നെന്താ, തക്സൂയുടെ പവർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സാധാരണ എനിമി വരാറുള്ളത്.
ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൊത്തം എനിക്ക് പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അവിടെയും ഉണ്ട്, 2 പേരുണ്ട്. ടീമിട്ട് വളർന്നിട്ടുണ്ട്. അതിനെ നൈസിന് ടീം അവിടെ ഉണ്ട്. ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പെട്ടെന്ന് 26 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. 14-15 ഒക്കെ ആയിരുന്നു. എന്തായാലും സൈഡിലുണ്ട് 2 ഉണ്ട്. ഇപ്പോൾ കയറി ചെന്നതിന് അടിയിട്ട് കിടന്നേന്. നമുക്ക് ഫസ്റ്റ് ഇതിലേ ഒന്ന് മറ്റൊന്ന് തീർത്തിട്ട് വരാം. കഴിക്കണം. അതിന് ചെറിയ ഡാമേജേ ഉള്ളൂ. 11 ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മൾ 2 അടിച്ചപ്പോൾ കിട്ടി. അവിടെ മറ്റവനുണ്ട്. അവനും കൂടെ എടുത്താൽ ഡബിൾ കിൽ കിട്ടും. ലാഗ് മാറി. അവൻ്റെ അടിയൊന്നും കൊള്ളച്ച. എന്നാലും കില്ല് നമുക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ടീമിൻ്റെ ആയിരുന്നു നമ്മൾ നൈസിന് കുമ്മി എന്ന് വേണം പറയാം. ചെറിയൊരു കഫക്കെട്ട് പനിയൊക്കെയാണ് ഗൈസ്. ലെവൽ 3 ആയിരുന്നു. M4 ലെവൽ 3 നൈസിനങ്ങ് ആക്കുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റും ജസ്റ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾ മാക്സ് ആക്കി 3 ഗ്ലൂ വാളും എടുത്ത് മഷ്റൂം എടുക്കാൻ ഇതൊന്നുമില്ല. MVP നമ്മൾ നിന്ന് പോയി അടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കാം. മിക്ക ആളുകളും ഫസ്റ്റ് MVP എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങുന്നതാണ് എൻ്റെ പതിവ്. ആ പതിവ് ഇന്ന് ഇവിടെ തെറ്റിക്കുമോ എന്ന് നമുക്ക് നോക്കാം. തെറ്റിക്കുമെന്ന് പറയുന്നവർ കമൻ്റ് ചെയ്യ്. തെറ്റിക്കില്ലെന്ന് പറയുന്നവർ ലൈക്ക് അടി. ഗൈസ് നമുക്കിതിൽ നിന്ന് മറ്റൊന്ന് അടിച്ചിടാം. അവനെ നോക്കാക്കിയേ ടീമേ. അവനവിടെ കണ്ടുണ്ട്. അവനെവിടെ? അതുകൊണ്ട് അവിടെ ഉണ്ട്. അവനിപ്പോൾ ടീം നോക്കാക്കി. ലാസ്റ്റത്തോ മണ്ടയ്ക്കാണ് ഗൈസ്. മണ്ടയ്ക്കോ ആ ബാക്കിലത്തെ സൈഡിലോ? ബാക്കിൽ നമുക്കെന്ന് നോക്കാം. അവിടെ ഇല്ല. ഇനി മണ്ടയ്ക്ക് കയറാം. മണ്ടയ്ക്കുണ്ടാവും. മണ്ടയ്ക്കുണ്ട് കൺഫേം. മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ടീമിൻ്റെ ഉള്ളിൽ ടീം എൻ്റെ കില്ല് വന്ന് കുമ്മാൻ നോക്കി. പക്ഷേ ഞാൻ കില്ല് വിട്ടുകൊടുത്തില്ല ഗൈസ്. മഷ്റൂം 2 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റിന് ടൂൾ ബോക്സൊക്കെ നമ്മൾ ഫില്ലാക്കാം. വേണ്ട. ഈ ഷൂ കൊള്ളല്ലേ? ഈ ഷൂവിൻ്റെ ഞാൻ എന്തോന്ന് അറിഞ്ഞൂടെ. അതിന് ഒരു വെള്ള കളർ സർക്കിളുണ്ട്. ഞെക്കി പിടിച്ചതാ, പറന്നു പോന്നു. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ഇവനെ ഞാൻ ഒരു ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത ജേഴ്സിയാണ് ഗൈസ്. ഏതായിരുന്നു? കഴിഞ്ഞ വർഷം ഒരു നവംബർ ഒക്കെ ആയപ്പോഴത്തേന് കൊടുത്തൊരു ജേഴ്സിയാണ് ഫ്രീ ആയിട്ട്. 10 ദിവസം ലോഗിൻ ചെയ്യണമായിരുന്നു. 9 ദിവസം ലോഗിൻ ചെയ്യുമ്പം ഈ ജേഴ്സിയും വേറെ 2 ജേഴ്സി ഉണ്ടായിരുന്നു. അതിലേതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇത് ചൂസ് ചെയ്ത്. മറ്റേ എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ 10 ദിവസം ലോഗിൻ ചെയ്യുമ്പം ബാക്കിൽ നമ്പറൊക്കെ എഴുതിയൊരു ജേഴ്സി ആയിരുന്നു തോന്നുന്നു. അത് ഇതിനെക്കാട്ടി നല്ലൊരു ജേഴ്സി ആയിരുന്നു. 10 ദിവസം ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം നെറ്റ് കിട്ടായിട്ടാണ് കിടന്നതാണ് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് 10 ദിവസം ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ 10 ദിവസം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫ്രീ എല്ലാം ഫ്രീ ബണ്ടിൽസാണ്. ബണ്ടിൽ ഡയമണ്ട് ഒട്ടിച്ചെടുത്തായിട്ടൊന്നുമില്ല. ഈ കൈ കാണുന്ന ഫിസ്റ്റും ഒരു ഇമോട്ടുണ്ട് ഗൈസ്. ഒരു കുതിര കൊടുത്ത് ചാടി വരുന്നത്. ആ റിമോട്ടും ഞാൻ ഡയമണ്ട് ഒട്ടിച്ചെടുത്തതാണ്. യെസ്. അപ്പോൾ നമ്മളെ CS റാങ്കിൻ്റെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ടീം ചാടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഡയമണ്ട് 3 സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി 3 കളി നമ്മൾ പോയി അടിച്ചാൽ നമ്മൾ ഡയമണ്ട് 4 അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ CS മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.